കൽപ്പറ്റ മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽമല പുഴ സംഹാരതാണ്ഡവമാടിയപ്പോൾ ഏതാണ്ട് 60ഓളം മനുഷ്യജീവനുകളാണ് കവർന്നെടുക്കപ്പെട്ടത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം വരെയുള്ളൊരു കണക്ക് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ പോയി പരിചയമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ നുസ്രത്ത് ജഹാനുണ്ട് നമ്മോടൊപ്പം ചർച്ചയിൽ. സ്വാഗതം മാം ചർച്ചയിലേക്ക്. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് രാവിലെ അപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വാർത്തകളൊക്കെ കേട്ടല്ലോ, ശ്രദ്ധിച്ചിരുന്നല്ലോ. അപ്പം മാം അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഇവിടെയൊക്കെ സന്ദർശിച്ച ഒരാളായിരിക്കുമല്ലോ. അപ്പം മുണ്ടക്കൈയിലുണ്ടായ ഈ ഒരു ദുരന്തത്തെ എങ്ങനെയാണെന്ന് വിലയിരുത്തുക? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓർമ്മ വരുന്ന വരികൾ, ഞാൻ ഒഴുകും വഴി നീ തടഞ്ഞാൽ നിൻ വഴിയിൽ ഞാൻ ഒഴുകും. അതാണ് മുണ്ടക്കഴം എന്ന് പറഞ്ഞ ചെറിയൊരു കാട്ടാറ് ഇന്ന് ചോർന്നൊലിച്ചത്. നമ്മൾ ഈ ദുരന്തം ഉണ്ടാവുന്നിടത്തും ദുരന്തത്തിനെ അവിടെ നമ്മൾ രക്ഷാസേനയെ എത്താനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളൊരു കോസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പ്രകൃതിയോട് നമ്മൾ എത്രമാത്രം കളിക്കുന്നുണ്ട് എന്നുള്ള വേദനയാണ് ഇതൊക്കെ കാണുമ്പോൾ. കാരണം സാമൂഹ്യ പ്രവർത്തനം പോലെ തന്നെയാണ് നമ്മളെ പ്രകൃതിയെയും നമ്മൾ സംരക്ഷിക്കേണ്ടത്. നമ്മളെല്ലാം പറഞ്ഞു നടക്കുന്ന കുറേ കൊല്ലങ്ങളായി. പക്ഷെ 2016 അതേപോലെ എടുത്തു പറയപ്പെട്ട കേശവേന്ദ്ര കുമാർ എന്ന വയനാട് ജില്ലാ കലക്ടറെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിന് അനുമതി കൊടുക്കാതിരുന്നപ്പോൾ വയനാട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ. എന്തുകൊണ്ട് വെച്ചാൽ ഹി ടോൾഡ് ഇൻ എ ബുക്ക്, വയനാടിന് ഒരു കലക്ടറായി വന്ന ബീഹാരി അന്ന് എഴുതിയത് പച്ചമലകളിലുള്ള വയനാടിനെ സംരക്ഷിക്കാൻ ഗോൾഡൻ ലൈഫ് ഹിസ്റ്ററി ഓഫ് ഒരു കലക്ടറിന്റെ ബുക്കാണത്. അയാൾ എഴുതിയിട്ട് പോലും ഉണ്ട് അതിനെ പറ്റി. വയനാട് മലമുകളിൽ എന്ന് പറഞ്ഞാൽ കുന്നിൻ ചെരുവ് നമ്മളെ ഏറ്റവും സുന്ദരമായി ലോകത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ഒരു സുന്ദരമായ ഒരു ഹിൽ ടോപ്പ് ഏരിയ ആണ് വയനാട്. ചായത്തോട്ടങ്ങൾ ഇംഗ്ലീഷുകാർ വന്ന സമയം തൊട്ടേ നമുക്കറിയാം വയനാട്. അപ്പൊ ആ വയനാട് എന്തുകൊണ്ടാണ് വലിയ വലിയ ചായത്തോട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കുഞ്ഞു ബംഗ്ലാവുകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയണ ഇപ്പൊ ദുരന്തത്തിനെ പറ്റി എല്ലാവരും മീഡിയകൾ പറയണു, NDRF വന്നു, നേവി വന്നു, പ്രധാനമന്ത്രി പറയണു, അപ്പോസിഷൻ ലീഡർ പറയും, എല്ലാം പറയാൻ ആൾക്കാരുണ്ടോ. പക്ഷെ നമ്മളിപ്പോ ഓരോരുത്തരും, നമ്മൾ ഓരോ മനുഷ്യര് ഓരോ പ്രകൃതിനോട്, മനുഷ്യനോട് ചെയ്യുന്നേക്കാളും അധികം പ്രകൃതി നമ്മളോട് തിരിച്ചു ചെയ്യും. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്, പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയില്ല എന്നുള്ളതാണ് 2017 വെള്ളപ്പൊക്കത്തിലും 2018 വെള്ളപ്പൊക്കത്തിലും ഒക്കെ നമ്മളെ പ്രകൃതി പഠിപ്പിച്ചത്. ഇന്നിപ്പോ നമ്മൾ ഉണർന്നു കഴിഞ്ഞപ്പോ കേട്ടത് രാത്രി തൊട്ടേ ഒഴുകിപ്പോയി, 100 കണക്കിന് ആളുകൾ ഒഴുകിപ്പോയി. അരമണിക്കൂർ കൊണ്ട് ചാലിയാർ പുഴയില് ആ ചാലിയാർ പുഴ എന്ന് പറഞ്ഞാൽ നിലമ്പൂര് ചുരം ഇറങ്ങി വന്നിട്ട് വേണം ഈ പുഴ എത്താൻ, അറിയാലോ. അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ട്. ആ സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞാണ് ഈ ബോഡികളൊക്കെ ഒഴുകി വന്നത് ചാലിയാറിലേക്ക്. ആ ചാലിയാർ വിത്തിൻ ഹാഫ് ആൻ അവറില് ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവണമെങ്കിൽ എത്ര ശക്തമായ ഉരുൾപൊട്ടലായിരിക്കും ആ ബോഡി നമുക്ക് ചാലിയാർന്നാ കിട്ടുന്നത്. 10-18 ബോഡി ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നത്. അപ്പൊ അത്രയും ശക്തമായ ഒരു ഇതുണ്ടായാണ്, അത്രയും അധികം ഭൂമിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇപ്പൊ നമ്മൾക്ക് സർക്കാരുകളെ കുറ്റപ്പെടുത്താം, അതിലൊക്കെ ഒരു പരിധി ഉണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഫൈറ്റ് ചെയ്ത് നമ്മൾക്ക് അവിടെ ഭൂമിയിൽ നമുക്ക് പ്ലാന് കിട്ടാത്തോടത്ത് പ്ലാന് വാങ്ങാൻ കൈക്കൂലി കൊടുത്തു, ഭീഷണിപ്പെടുത്തിയും ഒക്കെ പഞ്ചായത്ത് ഓഫീസിലും കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യരും ആലോചിക്കണം. വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണ അതാ. നമ്മൾ അങ്ങനത്തെ ദുരന്തം വയനാടിന് അത്രയും ശേഷിയുള്ളൂ. അന്ന് 2016 ആ കലക്ടറോട് ചോദിച്ചാൽ അതിന്റെ ഫുൾ ആൻസർ ആ കലക്ടർ നമുക്ക് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നടക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇതുപോലെ നിലപാടെടുക്കുന്നു. അച്യുതാനന്ദ മാമൻ മുഖ്യമന്ത്രിയായപ്പോ ഇവിടെ ചെയ്ത പോലെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞേ, നാളെ നിങ്ങളെ കുട്ടികൾക്ക് ചരിത്രം പറയാനോ നിങ്ങളെ കുട്ടികൾക്ക് പ്രകൃതി ഇല്ലാതെ ആയി പോകരുത്. കാരണം പറഞ്ഞു കൊടുക്കാൻ പോലും നിങ്ങൾ ഉണ്ടാവില്ല, അത്രയ്ക്ക് ഇതാണ്. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് അന്ന് ചോദിച്ചു എന്ന് അയാളോട് ഒരു മീഡിയ ഇന്റർവ്യൂവിൽ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ, ഈ കേശവേന്ദ്ര കുമാർ പറഞ്ഞത് സയന്റിഫിക് സ്റ്റഡിയാണ്. ഞാൻ വയനാട്ടിലെത്തിയപ്പോ ഹി വാസ് ആൻ എക്സ്പീരിയൻസ്ഡ് 22 വയസ്സിൽ IAS കിട്ടിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം സയന്റിഫിക് സ്റ്റഡി അബൌട്ട് വയനാട് ഹിൽസിനെ പറ്റിയാ പഠിച്ചത്. പക്ഷെ നമ്മൾ വയനാട്ടുകാർക്ക് ആ വയനാട് ഹില്ലിനെ പറ്റി ഒരു ബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം വയനാട് കാട് എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറുന്നത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതിയത് 16-ന്. അത് എഴുതി കഴിഞ്ഞ് അയാളെല്ലാരും കൂടി പുറത്താക്കാനൊക്കെയുള്ള ശ്രമം. 2017 കുറിച്ചിമല അതിന്റെ തൊട്ടപ്പുറത്തുള്ള
ഈ ഇപ്പൊ മേപ്പാടിന്റെ നോക്കിയാൽ മേപ്പാടി അങ്ങാടിന്ന് നോക്കിയാൽ കാണുന്ന മലയിലാണ് അന്ന് ഒരു ഉരുൾപൊട്ടല്. അന്നൊക്കെ നമ്മളൊക്കെ ആ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ആ കുന്നിന്റെ മേലെയൊക്കെ കയറി ആ ജസ്റ്റ് ആ പിന്നെ മല ഇടിഞ്ഞ സ്ഥലത്ത് വരെ പോയിന്റിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, അവിടുന്ന് കുത്തി ഒഴുകിയ ഈ മണ്ണുകൾ വന്ന് താഴെ ആ ശക്തിയിൽ വന്നിട്ട് 10 കിലോമീറ്ററോളം അത് ഒഴുകിയിട്ടുണ്ട് ആ മണ്ണ്. അത് എത്ര ശക്തിയാ. അന്ന് വീടുകൾ പോയി. അന്നും അവിടെ ഇങ്ങനെ അതിന്റെ 2 ദിവസം മുമ്പേ അവിടെ വൈബ്രേഷൻ ഭൂമിയിൽ കേട്ടെന്ന് അവിടുത്തെ പ്രദേശവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം പറയണ അതെല്ലാം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞു, സ്കൂളുകൾ വെള്ളത്തിലായി, എല്ലാരും കൂടി എല്ലാം ചെയ്തു. നമ്മൾ അവിടെ പിന്നെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. പലരും നമ്മുടെ കവളപ്പാറ എത്രയോ പേരെ നമ്മൾ കാണാണ്ടായി പോയി. ആ ദുരന്ത ഇപ്പം ഭൂമി ഇവിടെ ഞാൻ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് തിങ്കളാഴ്ച ഒരു ചെറിയ ഭൂമി ഉൽക്കം പോലെയൊക്കെ ഉണ്ടാകുന്നു, അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു. അതിൻ്റെ ഒരു നടുക്കം അത് മാറുന്നതിന് മുമ്പാണ് പുലർച്ചെ 2 മണിയോടുകൂടി വലിയ ശബ്ദമുണ്ടാകുന്നു. കുറേ സ്ത്രീകളൊക്കെ മുകളിലേക്ക് ഓടിപ്പോയി. മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാരിസന്റെ എസ്റ്റേറ്റ്, അവരുടെ മുകളിലുള്ള ബംഗ്ലാവ്, ഈ കുന്നിൻ മുകളിലേക്കാണ് ആളുകൾ ഓടിക്കയറിയത്. അപ്പോൾ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ പോലും വളരെയധികം ചിന്താശേഷിയോട് കൂടിയാണ് അത്തരം ബംഗ്ലാവുകൾ നിർമ്മിച്ചത്. മാത്രമല്ല ഇപ്പോൾ തന്നെ ഏതാണ്ട് 1000-ഓളം ആളുകൾ ആ മടിക്ക് ഈ മേഖലയിലുള്ള ഒരു മദ്രസയുടെ പരിസരത്താണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഴയ കാലത്ത് തന്നെ എന്തിനാണ് ഈ പൊക്കത്തിൽ ബംഗ്ലാവുകൾ കെട്ടിപ്പൊക്കുന്നത്, ഹൈറ്റിൻ്റെ മുകളിലേക്ക് എന്തിനാണ് നമ്മൾ ഓടിപ്പോകുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണം. മാത്രമല്ല വെള്ളത്തിനൊരു പരിധിക്കപ്പുറത്തേക്ക് ഭൂമിക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. അത് ആ പരിധി കഴിഞ്ഞുകൊണ്ടായില്ലേ ഈ ഉരുൾപൊട്ടി മണ്ണും വെള്ളവും കല്ലും എല്ലാം ഇങ്ങനെ ഒലിച്ചെത്തുന്നത്. അതെ, കോൺക്രീറ്റ് കെട്ടിടങ്ങളായില്ലേ. ആ കുന്നിൻ ചെരുവില് ഹോം സ്റ്റേകളുണ്ട്. ഇപ്പൊ എത്ര ഫോറിനേഴ്സ് ഒക്കെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല കേരളത്തിന്റെ പുറത്തുള്ള. കാരണം ഇവരെയൊന്നും കണക്ക് നമ്മളതിലല്ലോ. അനുമതി പോലും ഇല്ലാത്ത ഹോം സ്റ്റേകൾ എത്ര കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നുള്ള ഇപ്പൊ ഈ കണക്കുകൾ എടുത്താൽ കാണാം. ഇതൊന്നും ആരും പുറത്തു വിടൂല. കാരണം ഇതെല്ലാം കുടുങ്ങുമല്ലോ. എല്ലാം പറഞ്ഞാൽ രാഷ്ട്രീയം കറപ്റ്റഡ് ആരായിരിക്കും? രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മുടെ ആവശ്യമില്ലാത്ത ഇടപെടലാണ് നമ്മൾ. അത് നമ്മൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഓരോ സാമൂഹ്യ പ്രവർത്തകനും പ്രകൃതിക്ക് ദുരന്തമാവുന്ന മനുഷ്യന് ദുരന്തമാവുന്ന ഒരു ഇടപാടുകളിലും നമ്മൾ കൈവെക്കരുത്. അത് ചെയ്യാത്തതിന്റെ ഫലം. അപ്പൊ ഇനിയിപ്പോ ഉണ്ടാവും അതെന്താന്നൊരു കണക്ക് കാണിക്കാതെ അങ്ങനെയാണ്. അപ്പൊ ഈ വെള്ളം താഴോട്ട് ഇറങ്ങുന്നില്ല മഴ പെയ്തപ്പോ. ഈ വൈബ്രേഷൻ ഓഫ് ദാറ്റ് കുന്ന് പറയുന്ന ആ ഭൂമി കുലുക്കെന്ന് പറയുന്നത് അത് കുലുങ്ങുന്നതാ. ഇറ്റ്സ് ലൈക്ക് ഒരു ബോട്ടലില് കല്ലിട്ട് കല്ലും മണ്ണും വെള്ളവും കൂടി വരുമ്പോ നമ്മൾ ആ ജാറൊന്ന് കുലുക്കി നോക്ക്. അപ്പൊ ആ ജാറിന് ഒരു വൈബ്രേഷൻ ശബ്ദമേ ഉണ്ടാവുള്ളൂ. കുലുക്കം വല്ലാണ്ട് വരില്ല. കാരണം ചളിയുണ്ട്. ഈ നനഞ്ഞ ചളി എല്ലാം കൂടെ ഇതായി കല്ലുകളല്ലേ ഈ മലകളിലൊക്കെ. നമ്മളൊക്കെ അവിടെ കണ്ടതായിട്ട് നമുക്കറിയാം. പിന്നെ വലിയ മരങ്ങളല്ല ഉള്ളത്, ചെറിയ ചായത്തോട്ട് ആരിസൺ പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ. അന്ന് എന്തുകൊണ്ട് ഇംഗ്ലീഷുകാർ അതൊരു സയന്റിഫിക് റീസൺ ആണ് അതിന്റെ കാര്യം. ഈ ചെറിയ തൈകൾ മാത്രമുള്ള സംഗതികളെ അവിടെ നടത്താൻ പറ്റുന്നു. അവരന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തു. അവര് ചെറിയ കോട്ടേഴ്സുകളും കോട്ടേജുകളും അതിന്റെ സമയത്തിന് ഒത്തുണ്ടാക്കി. കിണറുകൾ പോലും സയന്റിഫിക് രീതി അനുസരിച്ച് അവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈവൺ ഈ എസ്റ്റേറ്റ് പാടികൾ 1 സ്റ്റോറിയിൽ അപ്പുറം ഇല്ലല്ലോ. എന്തുകൊണ്ടാ? കാരണം അതിനനുസരിച്ച് പൈലിംഗ്. ഇപ്പൊ 2 ബിൽഡിംഗ് 2 കെട്ട് കെട്ടുകയാണെങ്കിൽ പോലും നമ്മളെ പൈലിംഗ് തറ കെട്ടുന്നത് അടിയിലോട്ട് പോണം. നമ്മൾ ഭൂമിനെ ഉപദ്രവിക്കാവുന്നതിന് ഭൂമി ദേവി എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ പരിഹസിക്കുക ആൾക്കാര്. ഇതും ഒരു ദേവി തന്നെയാണ്. ഭൂമി എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ മനുഷ്യന് മനസ്സിലാവുള്ളൂ. ഒരിക്കലും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത മനുഷ്യരോട് നമുക്കൊന്നും പറയാനില്ല. ദുരന്ത നിവാരണ ആൾക്കാർക്ക് രക്ഷിക്കാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. ഇപ്പോഴും ആ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ NDRFന് പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. കാരണം പാലം പൊളിഞ്ഞു. ആ പാലത്തിൽ ഇപ്പൊ ജീവൻ പണയം വെച്ച് വേണ്ട രക്ഷാപ്രവർത്തനം നടത്താൻ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കുലുക്കൽ ഇങ്ങനെ 3 തവണ അതേ ഏരിയയിൽ ഉണ്ടായിട്ട് ഈ മനുഷ്യര് രാത്രി ഉണ്ടായപ്പോ അവര് പലരും പോയവരുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടു ഒരു അയാള് അവിടുന്ന് ഞാൻ പോവാണ് പറഞ്ഞിട്ട് പോയേ. അയാൾ കുടുംബത്തിനെയും കൂട്ടിയിട്ട്. കാരണം കാരണം ഇപ്പുറത്തുള്ളത് കുലുങ്ങിയത് അനുഭവം വെച്ച് പോലും മനുഷ്യർ പഠിക്കുന്നില്ല. അപ്പൊ ഈ ഒരു പ്രകൃതി നമ്മൾക്ക് സിഗ്നൽ തരികയാണ്, ഞാൻ എന്താ കുലുങ്ങുന്നത്. അടുത്തത് പൊട്ടി ഒഴുകുകയാണ്. ചാലിയാർ പുഴയിലാണ് ബോഡി എത്തി. എവിടെ എത്തി? എത്ര മണ്ണിന്റെ അടിയിൽ? ഈ കവളപ്പാറയിലൊക്കെ ഇപ്പൊ അന്നത്തെ നമുക്ക് എത്രയോ ബോഡികൾ കിട്ടാത്തുണ്ട്. ശ്മശാന ഭൂമി പോലെ ആയിട്ട് അങ്ങോട്ട് അവസാനിക്കുക.
അപ്പൊ അതൊക്കെ ഇപ്പം ഒരു നമ്മൾ മാസം കോഴിക്കോട് കഴിയുമ്പോൾ നിന്ന് എല്ലാവരും പോവുകയാണെങ്കിൽ വയനാടൻ ചുരം കയറി അങ്ങോട്ട് ചെന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വയനാടിൻ്റെ ഒരു എൻട്രൻസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കോഴിക്കോടിനെക്കാട്ടിയും വലിയൊരു വികസനമായിട്ട് നമുക്ക് തോന്നും. എത്രത്തോളം റിസോർട്ടുകളാണ്, ഹോട്ടൽസാണ്. അപ്പോൾ വിദേശികളെ അല്ലെങ്കിൽ സഞ്ചാരികളെ വരവേൽക്കാൻ വേണ്ടി പുറത്തുനിന്ന് എത്തുന്ന ആൾക്കാർ ഈ ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ, മൂന്നിൽ കൂടുതൽ നിലകളുള്ള ബിൽഡിംഗ് കെട്ടിപ്പൊക്കുന്നു, റിസോർട്ടുകൾ നിർത്തുന്നു. ഇപ്പം തന്നെ ഈ മേഖലയിൽ മണ്ണിടിഞ്ഞപ്പോൾ ഗ്രീൻ വാലി എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നിരവധി ആളുകൾ ഓടിക്കൂടിയത്. അവിടെ തന്നെ ഏതാണ്ട് 100-200 ആളുകൾ കൂടിയിരിക്കുന്നു. അവർക്ക് പുറത്തേക്ക് പോകാൻ വഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ റിസോർട്ട് നിർമ്മാണത്തിനൊക്കെ എങ്ങനെയാണ് അനുമതി കിട്ടുന്നത്? അപ്പോൾ രാഷ്ട്രീയക്കാരും പൈസ ഉള്ളവരും തമ്മിലുള്ള അവിഹിതമായ കുറേ ബന്ധങ്ങളുടെ കഥകളും കൂടി ഇതിന് പിന്നിലില്ലേ? അതന്നെ ഉള്ളൂ. ഒരു ഹോം സ്റ്റേ, ഒരു റിസോർട്ട് പോലും മര്യാദക്കുള്ള രീതിയിൽ പെർമിഷൻ കിട്ടിയിട്ട് അവിടെ പണിതിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെന്ന് കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ ഇതൊക്കെ എപ്പോഴും പറയണ. ഇപ്പൊ പലരും എന്നോട് പറയും വയനാട്ടില് ഇത്ര സ്ഥലത്ത് ഇങ്ങണ്ട് ആ മലേന്റെ മേളിൽ. ഞാൻ പറയും എനിക്ക് അവിടെ വെറുതെ തന്നാൽ പോലും ഞാനൊന്നും കിട്ടൂല. കാരണം ഞാൻ ജീവിക്കണ പോലെ തന്നെയല്ല മറ്റൊരാൾക്ക്. എനിക്ക് എന്തിനാ അതൊക്കെ വെള്ളം കുത്തിവെക്കുന്ന പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഭൂമി വെക്കാൻ അനുമതി ഉണ്ടാക്കി കൊടുക്കുന്ന സർക്കാരുകളെയാണ് നമ്മൾ പറയേണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിനൊക്കെ വഴി വെച്ച് കൊടുക്കണം. ഒരു കലക്ടറോ ഒരു മന്ത്രിയോ ഒന്നും വിചാരിച്ചുകൊണ്ട് ഒന്നും നടക്കൂല. കാരണം അവരുടെ മേലെ പിന്നെ ഇവര് പ്രതിപക്ഷത്തിരുന്ന ഇതാക്കും. പാവങ്ങളെ ഭൂമിയല്ലേ, പാവങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കൂല. എല്ലാം വയനാട്ടിലെ എല്ലാ ഭൂമികളും പണ്ട് മുഖ്യമന്ത്രി പൊളിച്ച പോലെ പൊളിക്കാനുള്ളതായിരിക്കും എല്ലാ റിസോർട്ടുകളും. ഇപ്പൊ ഈ ദുരന്തത്തിന്റെ ഇനിയിപ്പോ വേറെ പറയാനുള്ള അടുത്തത് വരുമ്പോ ഇവർക്കൊക്കെ വീട് വെച്ചു. എത്ര പേർക്ക് ഈ വീടുകളായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്നും ഉണ്ടാവില്ല. പകുതി പേർക്ക് പോലും ഇന്നും അവര് കുടുംബക്കാരെ വീട്ടിലൊക്കെ കഴിയണ 2-3 കൊല്ലം മുമ്പ് വന്ന ദുരന്തത്തിൽ പറ്റിയവരുണ്ട്. പിന്നെ ട്രൈബൽസ് ഒക്കെ ഉണ്ടല്ലോ ആ ഏരിയയില്. അവർക്കൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും, പാത്രങ്ങൾ വരെ പുഴയിൽ ഒഴുകിപ്പോയി. എല്ലാം ഇല്ലാണ്ടായ മാനവന്തവാടി പുഴയിലായിരുന്നു അത്. അവിടെ വെള്ളം കയറി ഇതുപോലെ ആ പുഴ കബനി നദി കവിഞ്ഞൊഴുകിയപ്പോ അവിടുത്തെ ട്രൈബൽസ് മൊത്തം ഒന്നും ഇല്ലാതെ മാസങ്ങളോളം അവരൊരു സ്കൂൾ വരാന്തയിൽ താമസിച്ചിട്ടുണ്ട്. ആ വരാന്ത ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും പോവും. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ ഇവർക്ക് ഒരു കഷ്ണം ബ്രെഡോ ഒരു ബോട്ടിൽ വെള്ളമാണ് ഒഴുകണമെങ്കിലും കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ആ കുടിവെള്ളം പോലും എത്തിക്കാൻ ആളില്ലാത്ത സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇതിനേക്കാളും വലിയ ഇപ്പം നമ്മൾ ദുരന്തം ഏറ്റവും അതാണ്. ഒടുവിലായിട്ട് കേൾക്കുന്നത് അതുകൊണ്ട് കുമ്പളപ്പാറ എന്ന് പറയുന്ന പ്രദേശം, അതായത് ഈ വനവാസികളായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആളുകൾ കൂടുതലുള്ള പ്രദേശമാണ്. അവർക്ക് ഈ പുറത്തെ കാര്യങ്ങൾ അറിയിക്കാനുള്ള വാർത്താവിനിമയ ബന്ധങ്ങളൊന്നും ഉപയോഗിക്കാൻ ശരിക്കും അറിയില്ല. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായെന്ന് പറയുന്നത് മുണ്ടക്കൈ. ആ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റിയിട്ടില്ല. NDFൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും കുറച്ച് ആളുകൾ വനത്തിനുള്ളിലൂടെ പുഴ കടന്ന് വടം കെട്ടി ആ ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ എത്തിയിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടുന്ന് ആളുകളെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും. 1000-ഓളം ആളുകളുണ്ട്. അത്രയും ആളുകളെയൊക്കെ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെ നമ്മൾ സംശയിക്കണം. അപ്പോൾ ഈ മേഖലയിൽ വനവാസികൾ അടക്കമുള്ള ആളുകൾക്ക് ഈ രക്ഷപ്പെടാൻ പോലുമുള്ള സാധ്യത ഇല്ലാതാക്കിയത് മനുഷ്യൻ്റെ ഒരു ദുരയല്ലേ? ഈ പറയുന്ന ഹോം സ്റ്റേകളും ഫ്ലാറ്റുകളും ഒക്കെ കെട്ടിപ്പൊക്കിയുള്ള ഒരു ദുര അവരുടെ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ തകർത്ത് കളയുകയല്ലേ ചെയ്തത്? അതാണ് ആ തകർത്ത് കളയണ മിണ്ടാപ്രാണികളെ പോലത്തെ ട്രൈബൽസിനെ തകർത്ത് കളയണ സംഗതികളാണല്ലോ അവരുടെ സ്ഥലത്തേക്ക് നമ്മൾ കയറണ. വന്യമൃഗങ്ങളെ ഇറങ്ങുന്നത്, കാട്ടാന ഇറങ്ങണത് എന്തുകൊണ്ടാ? കാട്ടിലേക്ക് നമ്മൾ കയറി റിസോർട്ടും ആൾവാസവും വരുമ്പോ അവർക്ക് പൊറുതി മുട്ടു. ജനങ്ങളെ കണ്ട് ശീലമില്ലല്ലോ ആനകൾക്ക്. അപ്പൊ അവർക്ക് ജനങ്ങളെ കാണുമ്പോ അവർ ഇതൊക്കെ ഞങ്ങളെ സ്ഥലം വിചാരിച്ചിട്ട് നാട്ടിൽ ഇറങ്ങുന്ന. ഇതങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. റിസോർട്ടുകളെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവര് പറയുന്നത് വയനാടിനുണ്ടായ എല്ലാ സംഗതികളും നശിച്ച് എത്ര പ്ലാന്റേഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അവിടെ ഒരു ലേബേഴ്സിനുള്ള എന്ത് കാര്യമാണ് ഗവൺമെന്റ് ചെയ്തു കൊടുത്ത്? ഓരോ പ്ലാന്റേഷൻസിലും ഇന്നും തൊഴിലാളികൾ സമരം ചെയ്യുക അവരെ കാര്യങ്ങൾക്ക് വേണ്ടി. പട്ടിണിയാണ് മഴക്കാലം വന്ന വയനാട്. ഒരു MP-യും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടും അവിടെ നമുക്ക് പ്രധാനമന്ത്രിയാണ് 2 പ്രാവശ്യമായിട്ട് വയനാടിനുണ്ടായേ. ഈ 5 കൊല്ലത്തിൽ വയനാട്ടിലെ ട്രൈബൽസിന് എന്ത് ചെയ്തു എന്ന് നിങ്ങളൊക്കെ ചെക്ക് ചെയ്യേ. ഒന്നും ചെയ്തിട്ടില്ല. ട്രൈബൽസ് ഇപ്പോഴും ആ കാട്ടിന്റെ ഉള്ളിലാണ്. അവരെ അടുത്തേക്ക് വഴിയില്ല. ഇപ്പൊ ഈ മുണ്ടക്കടം എന്ന് പറയുന്ന ഒരു പുഴയൊന്നും അല്ല ആക്ച്വലി. കണ്ടിട്ടുണ്ടോ അത്? അതൊരു കാട്ടാറ് പോലെയുള്ള ഒരാറാണ്. അതാണ് ഇപ്പൊ പുഴയായത്. പുഴ വെച്ച കടല് പോലെയായി. അതായത് കല്ലും മണ്ണും ഈ മരങ്ങളും എല്ലാം കൂടെ കുത്തിയൊലിച്ചൊക്കെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീടുകൾ, അതുപോലെ തന്നെ സ്കൂള്, അതുപോലെ തന്നെ മറ്റ് കടകൾ, ഇതെല്ലാം തന്നെ ഈ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ രാത്രിയിൽ ശബ്ദം കേട്ട് പരമാവധി ഹൈറ്റുള്ള സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കുത്തിയൊലിച്ചു പോകുന്നു. കാരണം കുറ്റാക്കൂരിട്ട് നേരം പുലർന്നു വരുമ്പോൾ മാത്രമാണ് എത്രത്തോളം വലിയ ദുരന്തമാണ്. ഒരു കടൽ ഒഴുകി പോകുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പലർക്കും ചെളിയിൽ കഴുത്തറ്റം വരെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം
എത്രത്തോളമാണ് നമുക്ക് പറയുന്നതിനപ്പുറം. കാരണം നമ്മളിത് ചർച്ച ചെയ്യുന്നത് 2 മണിക്കാണ്. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഈ മുണ്ടക്കൈ മേഖല ഏകദേശം സന്ധ്യയാകും, അല്ലെങ്കിൽ ഇരുട്ട് വരക്കും. അപ്പോൾ ഇവിടെയുള്ള ആളുകളെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും? ഇനി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എയർ ലിഫ്റ്റിംഗ് അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമല്ലേ? വളരെ, കാരണം പ്രകൃതി ഒരു ആഘാതം ഏൽപ്പിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? ഇപ്പോഴും നമുക്കറിയില്ല. പ്രകൃതിയുടെ അടുത്തൊന്നും നമുക്ക് ജയിക്കാൻ മാത്രം മനുഷ്യൻ വളർന്നിട്ടില്ല. അത് ഒരിക്കലും വളരൂല്ല. ഇവരൊക്കെ ഈ സയന്റിഫിക് ബാക്കിയൊക്കെ മിത്താണെന്ന് പറയണ്ടല്ലോ. ഇപ്പൊ നമ്മളെപ്പോ കണക്കൂട്ടി ഞാൻ പറയുമ്പോ ഭഗവത്ഗീത, കൃഷ്ണൻ പോലും പറഞ്ഞ ഭഗവത്ഗീതയില് പ്രകൃതിനെ നമുക്കൊന്നും പറയാനില്ല. പ്രകൃതിയും ആ സോളും ആത്മാവിന് എന്താ സംഭവിക്കുന്ന ഒരു മായ തന്നെയാ ഇതൊക്കെ. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ലിമിറ്റേഷനിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ കാട്ടാറ് പോലെ സുന്ദരമായ മുണ്ടക്കഴം പുഴ ഓടിയിരുന്നിടത്ത് ചെറിയ ചെറിയ എസ്റ്റേറ്റ് ബംഗ്ലാവുകളും ചെറിയ ചെറിയ കടകളും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പണ്ടത്. ഒരു 15 വർഷം മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരുന്നു സുന്ദരമായ സ്ഥലം. ആ കല്ലും വെള്ളവും ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ക്രിസ്റ്റൽ ഗ്രീൻ വാട്ടർ, അതാണ് മുണ്ടക്കഴത്തിലൂടെ ഒഴുകി ആ പുഴയിലും കുഞ്ഞി കുഞ്ഞി കല്ലുകളിലും നമ്മൾ ഉണ്ടായിരുന്നത്. ആ സാധനത്തിന്റെ തീരത്ത് ആ സൗന്ദര്യം കണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കുക, പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഹോം സ്റ്റേ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടിടങ്ങൾ പണിതത്. ഇന്നിപ്പോ ആ ഒരു അങ്ങാടീനെ മൊത്തം, ആ സിറ്റീനെ മൊത്തം അങ്ങ് വെള്ളവും കല്ലും ചെളിയും എടുത്ത് കവർന്നെടുത്തു എന്നൊക്കെ പറയുമ്പോ കണ്ടവർക്കത് മനസ്സിലാവുക പോലും ഇല്ല സ്ഥലം. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് പറയുക, നമ്മൾ ദുരന്ത നിവാരണം എല്ലാ കൊല്ലം നടക്കുക, കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക, കുറെ സാധനം കൊണ്ട് കൊടുക്കുക, ഇതൊക്കെ നമ്മളെ കേരളത്തിന്റെ ഒരു സാധാരണ രീതിയായി 2017 തൊട്ടിട്ട്. 7 കൊല്ലത്തോളം നമ്മൾ ദുരന്തം, കൊല്ലത്തിൽ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദുരന്തത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ. അരിയായിട്ടും ഭക്ഷണ സാധനങ്ങളായിട്ടും ഡ്രസ്സായിട്ടും. 2017 നിങ്ങൾക്കറിയോ, ആദ്യത്തെ കാർഗോ ഫ്ലൈറ്റ് 40 ടണ്ണ് സാധനങ്ങളായിട്ട് ആദ്യത്തെ കാർഗോ ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ ഞാൻ ഈ മേഖലകളിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ ദുബായിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, മസ്കറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിരുന്നു. ആ ഫ്ലൈറ്റ് അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഗവൺമെന്റ് ആ സാധനം പിടിച്ചെടുത്ത്, ചാരിറ്റി പ്രവർത്തകർക്ക് ഇത് കൊടുക്കാൻ പാടില്ല പറഞ്ഞിട്ട് കളക്ടർ അത് പിടിച്ചെടുത്ത് അയാളെ ഗോഡൌണിൽ കൊണ്ടിട്ട് ദിവസങ്ങളോട് അന്നത്തെ ജോസ് കളക്ടറായിട്ട് ഞാൻ അടി ഉണ്ടായിട്ട്, വയനാട്ടിലെ കളക്ടറായിരുന്നു. കാരണം ഇത് കൊടുക്കേണ്ടവർക്ക് ഇവർ കൊടുക്കുന്നില്ല. അവസാനം അത് കണ്ടത് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ആ ഗോഡൌണിൽ, സ്റ്റേഡിയത്തിൽ തന്നെ അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഈ സാധനങ്ങൾ ചെതലടിച്ച് പോണതും, നല്ല പിന്നെ ബ്രാൻഡഡ് ടീഷർട്ടുകള്, ഗ്യാസ് സ്റ്റൗകളൊക്കെ ഞാൻ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ട്രൈബൽ ഏരിയയിൽ ഒന്നും ഇല്ലാതായി. പാത്രങ്ങള്, കുക്കറ്, ഗ്യാസ്, പിന്നെ ബ്ലാങ്കറ്റ്സ്, ഇതെല്ലാം അവിടുത്തെ പ്രവാസി മനുഷ്യർ, എന്നും പ്രവാസികളല്ലേ നമ്മുടെ കൈത്താണ്. പ്രവാസികൾ അവര് യൂസ് ചെയ്യണ പോലത്തെയാണ് കേരളത്തിന് അയച്ചത്. കാരണം ആദ്യത്തെ ദുരന്താണ് കേരളത്തില്. ഇതൊന്നും ഇപ്പൊ അങ്ങോട്ട് വരാനേ തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും കൊടുക്കാൻ നമ്മളെ സമ്മതിക്കില്ല അവര്. അതെ അതെ, എല്ലാ സർക്കാർ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഇപ്പം 2018 ഉത്തരാഖണ്ഡിലുണ്ടായ ഒരു ദുരന്തമാണ് ഇതുപോലെ ഒരു മണ്ണിടിച്ചിലാണ് ഈ അടുത്ത കാലത്ത് രാജ്യത്ത് തന്നെ ഉണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തം. അന്ന് ഒരു ഗ്രാമം തന്നെ ഒഴുകിപ്പോയി. ഏതാണ്ട് 225ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഏതാണ്ട് അതിന് സമാനമെന്ന് നമുക്ക് താരതമ്യപ്പെടുത്തുകയല്ല, എങ്കിൽ പോലും അതിന് സമാനമായ വലിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം തന്നെ ഏതാണ്ട് 60 മരണം സ്ഥിരീകരിക്കപ്പെട്ടു. ഈ പറയുന്ന ദുരന്തമുണ്ടായ പല ഭാഗങ്ങളിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയുന്ന വിവരം അനുസരിച്ച് ചാലിയാർ പുഴയിൽ 10-18 മൃതദേഹങ്ങൾ ഒഴുകി നടക്കും. അങ്ങനെയാണ് അവർ കിട്ടിയത്. പലതിനും ഈ കൈയും കാലും ഒന്നുമൊക്കെ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതിൽ എത്ര പേർ നഷ്ടപ്പെട്ടു, എത്ര പേർ മണ്ണിനടിയിലുണ്ട് എന്നൊക്കെ ഇനി വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ ഈ പറയുന്ന സഹായിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുമായി എല്ലാം ചേർന്ന് പ്രവർത്തിക്കാതെ അവിടെയും ചില രാഷ്ട്രീയം കാണും. ഇതാണ് മുൻകാല അനുഭവം അല്ലേ? മുൻകാല അനുഭവം അതന്നെ, ഇനിയിപ്പോ അനുഭവം അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. സർക്കാരും ആൾക്കാരൊന്നും മാറിയിട്ടില്ലല്ലോ. അപ്പൊ സഹായം ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരാണ്. പിന്നെ ചാരിറ്റി പ്രവർത്തകർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാം ഞങ്ങൾ കൊടുത്തോലാ പറയും. ഇപ്പൊ നിങ്ങളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, ഇപ്പൊ എല്ലാരും ഉണ്ടാവും, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ക്യാമ്പുകളിൽ ചെന്ന് നോക്ക്, അവിടെ കുടിവെള്ളം പോലും ഉണ്ടാവില്ല, ആരും കൊടുക്കാൻ ഉണ്ടാവില്ല. ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വീട് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഈ പിന്നെ വീട് വെക്കാൻ പറ്റാത്ത സ്ഥലത്ത് വീട് വെക്കാൻ എഴുതി കൊടുത്ത്, റിസോർട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത്, ഉദ്യോഗസ്ഥർക്ക് ഇവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെന്തുകൊണ്ട് ഇവര് ചെയ്യുന്നില്ല? എത്ര പറഞ്ഞാലും അതിന് ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഇപ്പൊ എല്ലാരും ഡൽഹിയിൽ നിന്ന് എല്ലാരും പുറപ്പെട്ടു എന്നൊക്കെ പറയണു. എല്ലാം പുറപ്പെട്ടാലും ഈ ജനങ്ങളെ കണ്ണീര് കാണാണ്ടിരിക്കണമെങ്കിൽ ഇനിയും മഴയും. കേരളം എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് അത്രയും ഗോഡ്സ് ഓൺ കൺട്രി പറയുമ്പോ ഗോഡിനെ നമ്മൾ പ്രണയിക്കണം എന്ന് പറയുന്ന പോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ആ ഗോഡ്സ് ഓൺ
കൺട്രീനെ നമ്മള് പ്രണയിച്ചിട്ടില്ല. ഭൂമിയെ പ്രണയിക്കാത്തതിന് കിട്ടിയ ഒരു വലിയ തിരിച്ചടിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കാണാണ്ടിരിക്കാന് നമ്മൾക്ക് സാധിക്കണം. പിന്നെ അതിന് നമ്മൾ മുൻകരുതൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പിന്നെ എന്താ പറയാ, കാണാതായവരെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ആശ്വാസവും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കുക. അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ഈ സമയത്ത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ സൈന്യം ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സഹായവുമായി സൈന്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ദുരന്തത്തിൻ്റെ ആദ്യം വ്യാധിയൊന്നും പെട്ടെന്ന് തീരുന്നില്ല. മരണനിരക്ക് ഇനി അധികം ഉയരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ABC പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്യാനായി എത്തിയ ശ്രീ നുസ്രത്ത് ജഹാന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.